അസീം മുനീർ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണെന്ന് അമേരിക്കൻ ഇൻ്റലിജൻസ് ട്രംപ് ഭരണകൂടത്തിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇസ്രയേൽ ഈ കള്ളനെ മനസ്സിലാക്കി, പക്ഷേ ഇപ്പോൾ അമേരിക്ക കുറച്ച് കഴിഞ്ഞ് മനസ്സിലാക്കി. അതാണ് ഇപ്പോൾ ഉണ്ടായത്. ഈ തോറ്റ സൈനിക മേധാവിക്ക് ഫീൽഡ് മാർഷൽ പദവി കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അത് ഇനിയും ആ ചോദ്യങ്ങളൊക്കെ അന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ ഗംഭീരമായി വന്ന് വലിയ പരിഹാസമായി മാറിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഗൾഫ് രാജ്യങ്ങളുടെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് പാകിസ്ഥാൻ ഇറാൻ്റെ താല്പര്യത്തിനനുസരിച്ച് നിന്നു എന്നാണ് ഈ വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. രാജ്യത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ കീഴിൽ സൈന്യം എന്നാണ് ലോകം മുഴുവനുള്ളൊരു വ്യവസ്ഥ. പക്ഷേ പാകിസ്ഥാനിൽ തിരിച്ച് ഒരു സൈന്യത്തിന് വേണ്ടി ഒരു സർക്കാർ എന്നൊരവസ്ഥയാണ്. ഭീകരതയുടെ വിളനിലമാണ് പാകിസ്ഥാൻ എന്ന് ഭാരതവും നിരവധി രാജ്യങ്ങളും പറയുന്നു. ഇറാൻ ഭീകരതയുടെ മാതാവെന്ന് അമേരിക്കയ്ക്ക് പോലും പറയേണ്ട സാഹചര്യം വരുന്നു. 6-7 ദിവസം മുൻപ് UAE പാകിസ്ഥാന് കൊടുത്ത പൈസ അത് തിരിച്ചടയ്ക്കണമെന്ന് വളരെ ശക്തമായി ആവശ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യം. ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ പാകിസ്ഥാൻ ഒരു പുലിവാല് പിടിച്ചിരിക്കുകയാണല്ലോ. അതായത് അവരുടെ ഫീൽഡ് മാർഷൽ, അവരുടെ കരസേനാ മേധാവി ആയിരിക്കുന്ന അസീം മുനീർ റെഡ് ഫ്ലാഗ് ആണെന്ന്, വിശ്വസിക്കാൻ കൊള്ളാത്തവനാണെന്ന്, ഡ്യുവൽ ഏജൻ്റ് ആണെന്ന് അമേരിക്കൻ ഇൻ്റലിജൻസ് ട്രംപ് ഭരണകൂടത്തിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. എന്താണ് അതിനെക്കുറിച്ച് അഭിപ്രായം? ഇത് ഗൗരവമുള്ളൊരു വിഷയമാണ്. ഇത് കുറേ കൂടി കൃത്യമായി പറഞ്ഞാൽ ഈ അസീം മുനീറിനെ സംബന്ധിച്ചുള്ള ഒരു നിരീക്ഷണത്തിൽ അമേരിക്കൻ പ്രസിഡന്റിനും അമേരിക്കൻ സംവിധാനങ്ങൾക്കും ചില പിഴവ് പറ്റിയെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായിട്ടും ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഈ അമേരിക്കൻ പ്രസിഡന്റ് ഒരു കാര്യം നിരീക്ഷിക്കുകയും അത് കൈകാര്യം ചെയ്യുകയും ചെയ്യുമ്പോൾ നിരവധി അന്വേഷണങ്ങൾ നടത്തുന്ന ഒരു രീതിയുണ്ട്. അതൊക്കെ ഇക്കാര്യത്തിൽ പാളിയിട്ടുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇവരെ എന്തിനാണോ അസീം മുനീറിനെയും അതുപോലെ തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയൊക്കെ അസൈൻ ചെയ്തത്, ആ അസൈൻ ചെയ്തിരുന്ന ആൾക്കാർ തന്നെ അതിലൊരു തുരങ്കം വയ്ക്കുന്ന നീക്കം നടത്തുന്നുവെന്ന് കൃത്യമായി യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ തന്നെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അസീം മുനീറിനെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നാണ് പറഞ്ഞത്. അതെ, പക്ഷേ കുറച്ച് ദിവസം മുമ്പ് ഇസ്രായേലിൻ്റെ ഏജൻസി, അതായത് ഇൻ്റലിജൻസ് ഏജൻസി ഈ അസീം മുനീറിനെ കുറിച്ചും അല്ലെങ്കിൽ പാകിസ്ഥാൻ സർക്കാരിനെ കുറിച്ചും അവർ വിശ്വസിക്കാൻ കൊള്ളരുതാത്തവരാണ് എന്ന് അസന്നിഗ്ധമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും അമേരിക്ക അവരെ വിശ്വസിക്കുകയും അവരുടെ പുറകെ പോവുകയും ചെയ്ത ഒരു സാഹചര്യമാണ്. ഇതെങ്ങനെയാണ് ഈ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഈ വിഷയത്തിൽ രണ്ട് അഭിപ്രായം ഉണ്ടാവുക? അതൊരു തന്ത്രപരമായിട്ടുള്ള ഒരു എന്തെങ്കിലും നീക്കമോ മറ്റുമായിരിക്കും? യഥാർത്ഥത്തിൽ അതൊരു തന്ത്രപരമായ നീക്കമല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം തന്ത്രപരമായ നീക്കമാണെങ്കിൽ ഇസ്രായേൽ ഈ കാര്യത്തിൽ നിശബ്ദനാകാനുള്ള ഒരു സാധ്യതയാണ്. കാരണം അത് പുറത്തു പറയാതിരിക്കുക, തന്ത്രത്തിൻ്റെ പ്രധാന കാര്യം രഹസ്യമായി ചെയ്യുക എന്നാണല്ലോ. പക്ഷേ ഈ സംഭവം പാകിസ്ഥാൻ മധ്യസ്ഥം വഹിക്കുന്നു എന്ന വിഷയം വന്ന നിമിഷം തന്നെ ഭാരതത്തിലെ ഇസ്രായേൽ അംബാസഡറാണ് ഇതിനെ സംബന്ധിച്ച് പ്രതികരണം നടത്തിയത്. മാധ്യമങ്ങളിലൂടെ പ്രതികരിക്കുകയാണ്, വാർത്താ ഏജൻസികൾ വഴിയാണ് വാർത്ത പുറത്തു വരുന്നതും നമ്മളത് വാർത്തയായി നൽകുന്നതും. അത്തരത്തിൽ വാർത്തകളായി വരുന്നൊരു സാഹചര്യത്തിൽ ഒരു അംബാസഡർ ഇടപെടുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സീരിയസ്നെസ് ഉണ്ട്. അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞത് പാകിസ്ഥാനെ വിശ്വസിക്കാൻ കൊള്ളാത്തൊരു രാജ്യമാണ്, അതുകൊണ്ട് തന്നെ പാകിസ്ഥാനുമായി ഇടപെടാൻ തയ്യാറല്ല. മാത്രമല്ല മറ്റൊരു പ്രധാന വിഷയം കൂടി അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു. അതായത് പാകിസ്ഥാൻ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യമാണ്, ഭീകരതയുടെ വിളനിലമാണ്, ഭീകരതയുടെ ആസ്ഥാനമാണ്. സ്വാഭാവികമായും ഇറാൻ്റെ അതേ പ്രശ്നം തന്നെയാണ് പാകിസ്ഥാനിലും അവർ കണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല മറ്റൊരു പ്രധാന സൈൻ കൂടി അവരുടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രവർത്തനം കൂടി അവരുടെ ഭാഗത്തു നിന്ന്, ഒരു ആക്ടിവിറ്റി കൂടി അവരുടെ ഭാഗത്തു നിന്നുണ്ടായത് ലെബനനിലെ ഹിസ്ബുള്ളയെ നിരായുധീകരിക്കുക എന്ന കൃത്യമായൊരു നീക്കം നടക്കുന്നുണ്ട്. ഇപ്പോൾ നിരായുധീകരണത്തിൻ്റെ പല നീക്കങ്ങളും നടന്നും കഴിഞ്ഞു. ആ നിരായുധീകരണത്തിൻ്റെ നീക്കം നടക്കുന്ന വേളയിൽ ഇത്തരത്തിൽ പാകിസ്ഥാനെ അടുപ്പിക്കാതെ നേരിട്ടുള്ള ചർച്ചകളായിരുന്നു നടത്തിയത്. ഇസ്രായേൽ നടത്തിയത്. ഇസ്രായേൽ നേരിട്ട് ലെബനനിലെ വ്യവസ്ഥാപിത സർക്കാരുമായി ചർച്ചകൾ നടത്തി. ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിയിരിക്കുന്നു. അവിടെ ബഫർ സോൺ നിർമ്മിക്കുന്നതിനുള്ള ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് ബഫർ സോൺ നിർമ്മിക്കുന്നതിന് വേണ്ടി അവിടെ ഉണ്ടായിരുന്ന ആക്രമണങ്ങളൊക്കെ നടത്തി അവിടെ നിന്ന് ഇല്ലാതാക്കിയ ആൾക്കാരുടെ ആ വീടുകളും അതുപോലുള്ള സംവിധാനങ്ങളും പൊതുസ്ഥലങ്ങളിലൊക്കെ ഈ മിസൈലുകളൊക്കെ ഒളിപ്പിച്ച് വയ്ക്കുന്ന രീതിയുണ്ട്. അവിടെയൊക്കെ ഇടിച്ചു നിരത്തി ബഫർ സോൺ രൂപീകരിക്കാനുള്ള നീക്കങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സ്വാഭാവികമായും അവിടെ കൃത്യമായൊരു ഇടപെടൽ അവർ നടത്തി ആ പ്രശ്നം പ്രായോഗികമായി പരിഹരിക്കുമ്പോൾ 2 തവണയാണ് ചർച്ചയ്ക്ക് പാകിസ്ഥാൻ്റെ മധ്യസ്ഥതയിൽ ഇറാനും അതുപോലെ അമേരിക്കയും ശ്രമിച്ചത്. ഈ 2 പേരും ശ്രമിച്ചപ്പോൾ പാളിപ്പോയത് ആദ്യത്തെ തവണ പാളി 24 മണിക്കൂർ പോലും നിലനിൽക്കാത്തൊരു ചർച്ചയായി, ആകെ കൈവിട്ടുപോയ കേസായി. അവസാനം JD വാൻസൊക്കെ തിരിച്ചുപോയി. അതെ, വീണ്ടും ഇപ്പോൾ ചൊവ്വാഴ്ച വരുമെന്നായിരുന്നു. അവസാനം ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ വൈറ്റ് ഹൗസിൽ വന്ന റിപ്പോർട്ട് ഇറാനിയൻ പ്രതിനിധികളെത്തുമെന്നായിരുന്നു. അവർ ഇന്ന് വരുന്നതല്ല എന്ന് പറഞ്ഞു. അതിന് കാരണമുണ്ടായിരിക്കുന്നത് അമേരിക്ക ഹോർമൂസിൽ നടത്തുന്ന ഉപരോധത്തെ മറികടക്കാൻ ഒരു ഇറാനിയൻ കപ്പലെത്തി. ആ കപ്പലിന് നേരെ സ്വാഭാവികമായും അമേരിക്ക ആക്രമണം നടത്തും. ഒരു ഇലയിൽ ചവിട്ടി വഴക്കുണ്ടാക്കുക എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരു പ്രകോപനം സൃഷ്ടിക്കുകയായിരുന്നു ചെയ്തത്.
IRGCയും അവിടെയുള്ള വ്യവസ്ഥാപിത സേനയുമായി കൃത്യമായ ബന്ധമാണ് അസിം മുനീറിനുള്ളത് എന്നാണ് ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ടിലും പറയുന്നത്. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ കൃത്യമായും ചർച്ചകളെ അട്ടിമറിക്കാനുള്ളൊരു നീക്കമാണ് അസിം മുനീറിൻ്റെ ഭാഗത്തു നിന്ന്. പക്ഷേ ഇപ്പോൾ വെളിവാകുന്നത് ഈ ലോകത്ത് ഇതുപോലെയുള്ള ഭരണ നേതൃത്വത്തിൻ്റെ എടുക്കുകയാണെങ്കിൽ ഏറ്റവും വിശ്വസിക്കാൻ കൊള്ളരുതാത്ത ഒരാളാണ് ഈ പാകിസ്ഥാനിലെ ഫീൽഡ് മാർഷൽ എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അത് ഈ അമേരിക്കൻ ഇൻ്റലിജൻസുകാർ തന്നെ അവരുടെ ഭരണകൂടത്തിനോട് പറഞ്ഞിരിക്കുന്നതാണ്. പക്ഷേ ഇതിനു മുൻപ് നാം കാണുന്നത് ഇന്ത്യയുമായിട്ട് ഉണ്ടാകുന്ന ഓരോ വിഷയത്തിലും ട്രംപ് ഭരണകൂടം അസിം മുനീറിനെ ഒരു ഹീറോ പോലെയാക്കി മാറ്റുക. അതായത് പാകിസ്ഥാൻ ഒരു കാരണവും കൂടാതെ അദ്ദേഹത്തിന് ഫീൽഡ് മാർഷൽ പദവി കൊടുക്കുമ്പോൾ അമേരിക്കയിലെ എല്ലാ മാധ്യമങ്ങളും സർക്കാർ ഒഫീഷ്യൽസും ഇയാളെ ഫീൽഡ് മാർഷൽ എന്ന് പറഞ്ഞ് തന്നെയാണ് റെഫർ ചെയ്യുക. മറ്റൊരു രാജ്യത്തെയും ഒരു വാർത്താ ഏജൻസിയും അത്രയും ആവേശം കാണിച്ചിട്ടില്ല. ആ സാഹചര്യത്തിൽ നിന്നാണ് ഇപ്പോൾ ട്രസ്റ്റ് വർത്തി അല്ലാത്ത റെഡ് ഫ്ലാഗ് എന്ന് പറയുന്ന ഒരു നേച്ചറിലേക്ക് പോകുന്നത്. അതായത് പാകിസ്ഥാൻ്റെ ഇന്നേ വരെ അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാൻ കാണിച്ചിട്ടുള്ള അത് ജനിച്ച നാൾ മുതൽ ഇങ്ങോട്ട് ഈ മൊമെൻ്റ് വരെ എത്തിച്ചേർന്നിട്ടുള്ള ഒരേ നേച്ചറിലുള്ള ഒരു രീതിയുണ്ട്. ആ രീതിയുടെ ഒരു പ്രതിഫലനമാണെന്ന് തോന്നുന്നു ഈ മുനീറിൽ കൂടെയും ഈ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് വ്യക്തമായിരിക്കുന്നത്. അത് തന്നെയാണ് അമേരിക്കയ്ക്ക് ഒരു അബദ്ധം പറ്റി എന്ന് തന്നെയാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത് തന്നെ. അതാണ് അമേരിക്കയ്ക്ക് ഒരു അബദ്ധം പറ്റിയതാണ്. അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ചർച്ചയ്ക്ക് വിളിക്കുന്നു, അതുപോലെ തന്നെ സ്വീകരിക്കുന്നു, 2 തവണ കാണുന്നു. അസിം മുനീർ ഒരു മഹാനായ വ്യക്തിയാണെന്ന് ട്രംപ് തന്നെ പറയുന്നു. നൊബേൽ പ്രൈസിന് പോലും അദ്ദേഹത്തെ നിയോഗിക്കാം, അതല്ലെങ്കിൽ നിർദ്ദേശിക്കാമെന്ന രീതിയിലൊക്കെ പരാമർശിക്കുന്നു. ആ പരാമർശങ്ങളൊക്കെ നടക്കുമ്പോഴും ഒരു പക്ഷേ നമുക്ക് ഒരു പരിധിവരെ ഈ ഇൻ്റലിജൻസിനെ ആരെങ്കിലും നിശബ്ദരാക്കിയോ എന്ന് വരെ സംശയിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം ഒരിക്കലും ഒരു ഇൻ്റലിജൻസ് സംവിധാനം ഇത്തരത്തിലൊരു വ്യക്തിയെക്കുറിച്ച് അറിയാതിരിക്കാനുള്ള സാധ്യതയില്ല. ഒരു സാധാരണ കേരളത്തിലെ പോലീസ് ഇൻ്റലിജൻസിന് പോലും അത്തരത്തിലൊരു പരിമിതിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പിന്നെ അമേരിക്കയുടെ US-ൻ്റെ ഏറ്റവും ഉന്നതമായ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾക്ക് ഇത് മനസ്സിലാകാതിരിക്കുമെന്ന് വിശ്വസിക്കാനും വയ്യ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു പരിധിവരെ US ഇൻ്റലിജൻസിനെ ആരെങ്കിലും നിശബ്ദരാക്കുകയാണോ, അതോ US ഇൻ്റലിജൻസിന് അവരബദ്ധം പറ്റിയതാണോ? ഇതൊക്കെ ഇപ്പോൾ ആ പറ്റിയ അബദ്ധങ്ങളും പ്രശ്നങ്ങളുമെല്ലാം ഒരു പ്രായോഗിക അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരുത്തുകയാണോ എന്നതാണ് ഇപ്പോൾ തോന്നുന്ന ഒരു സംഭവം. അതായത് ഈ ലോകത്തിൻ്റെ മുമ്പിൽ ഏറ്റവും വലിയൊരു കുറ്റവാളി രാജ്യമായിരുന്നു, എന്താണ് പറയുക, ലോകത്തെ തീവ്രവാദത്തിൻ്റെ പ്രഭവ കേന്ദ്രമായിരുന്നു പാകിസ്ഥാൻ. പല രാഷ്ട്ര നേതാക്കളും അങ്ങനെ തന്നെ പാകിസ്ഥാനെ വിളിച്ചിട്ടുണ്ട്. ആ അവസ്ഥയിൽ നിന്ന് ഒരു സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവിൻ്റെ ഒരു രൂപത്തിലേക്കാണ് ഈ പശ്ചിമേഷ്യൻ സംഘർഷം പാകിസ്ഥാനെ കൊണ്ടുവന്ന് എത്തിച്ചത്. ആ ഔന്നത്യത്തിൽ നിന്നാണ് ഇപ്പോൾ ചതിയൻ എന്ന് പറയുന്ന ഒരു ലേബൽ പാകിസ്ഥാൻ്റെ ഫീൽഡ് മാർഷൽ യുദ്ധവീരൻ്റെ തലയിലേക്ക് വന്നു വീഴുന്നത്. ശരിക്കും പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ ഈ ഇറാനോടൊപ്പമാണോ അമേരിക്കയോടൊപ്പമാണോ? ഇപ്പം ഈ ഫോക്സ് ന്യൂസൊക്കെ പുറത്തുവിട്ടിരിക്കുന്ന വാർത്തയിൽ ഖുദ്സ് ഫോഴ്സുമായിട്ടും ഈ IRGCയുമായിട്ടും ഒക്കെ അസിം മുനീറിന് ദീർഘകാല ബന്ധം, ദശാബ്ദങ്ങളുടെ ബന്ധമുണ്ടായിരുന്നു എന്നും അവരോടൊപ്പം പല വിവരങ്ങളും ഇദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിരുന്നു. എന്ന് വെച്ചാൽ ഡ്യുവൽ ഏജൻറ്റുമാർ കാണിക്കുന്നത് പോലെയുള്ള ചാരപ്രവൃത്തി ചെയ്തിരുന്നു എന്നാണ് അമേരിക്കയിലെ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതിനുശേഷമാണ് ലോകത്തെ മറ്റു മാധ്യമങ്ങൾ ആ ന്യൂസ് ഏറ്റുപിടിച്ചിരിക്കുന്നത്. ഈ ശരിക്കും പറഞ്ഞാൽ ട്രംപിന് ഈ പർട്ടിക്കുലർ വിഷയത്തിൽ നേരത്തെ പാകിസ്ഥാനോടൊരു പക്ഷപാതിത്വം ഉണ്ടായിരുന്നു, ഇന്ത്യയുമായിട്ട് ഉണ്ടായിരുന്ന ഒരു വിഷയത്തിൽ. അത് ഇതോടുകൂടി ഇല്ലാതാവാനാണോ സാധ്യത? ഈ പാകിസ്ഥാനോട് അനുകൂലമായ ഒരു നിലപാട് ഇതോടുകൂടി തീരുന്നൊരവസ്ഥയാണ് കാണുന്നത്. കാരണം അവരുടെ ഏറ്റവും പ്രസ്റ്റീജിയസായ ഗൗരവമേറിയ ഒരു വിഷയത്തിൽ ഒരു ഒറ്റുകാരൻ്റെ റോളിൽ അസിം മുനീർ എത്തിയെന്ന് അവർ തന്നെ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് സ്വാഭാവികമായും ഇനി അവരെ അടുപ്പിക്കാനുള്ള സാധ്യതയില്ല. കാരണം ഈ യുദ്ധം ഈ 22-ാം തീയതി വെടിനിർത്തൽ കാലാവധി അവസാനിക്കുകയാണ്. വെടിനിർത്തൽ കാലാവധി അവസാനിച്ച് ആ കാലഘട്ടത്തിൽ ഒരു പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് പോകുക എന്ന ലക്ഷ്യത്തോടെ ചർച്ചകൾ തുടരുകയും അതിനായി വലിയ സമ്പത്ത് ചെലവാക്കുകയും ചെയ്യുന്ന സാഹചര്യം. ഈ ഡെലിഗേറ്റ്സ് വരുന്നു പോകുന്നു, ഡെലിഗേറ്റ്സിൻ്റെ സംവിധാനങ്ങൾ ഒരുക്കുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള എഫർട്ടും എനർജിയും എല്ലാം തന്നെ അതിനു വേണ്ടി എടുക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ട് പോലും ആ കൂട്ടത്തിൽ നിന്നുകൊണ്ട് ചതിക്കുന്നൊരു സ്വഭാവം അസിം മുനീർ നടത്തിയെന്ന് പറയുമ്പോൾ അത് ഗുരുതരമായൊരു പ്രശ്നമായി തന്നെ നമുക്ക് കാണാൻ പറ്റും. അല്ലാതെ തന്നെ ഈ 2 രാജ്യങ്ങളും പേരിന് ഇസ്ലാമിക് റിപ്പബ്ലിക്കുകളാണെങ്കിലും ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ, ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ, ഇത് ഒരു നാഴി മറ്റൊരു നാഴിയിൽ പോകില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയുണ്ട്. ഈ 2 രാജ്യങ്ങളും 2 തലത്തിൽ മുമ്പോട്ട് പോകുന്നതാണ്. പാകിസ്ഥാൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 4 യൂണിറ്റിലായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്ന രാഷ്ട്ര സംവിധാനം. ഈ 4 യൂണിറ്റ് 4 രാജ്യങ്ങൾ പോലെയാണ് പ്രവർത്തിക്കുക. ബലൂചിസ്ഥാനും സിന്ധും വേറൊന്നും, പഞ്ചാബ് വേറൊന്നും, ഖൈബർ പഖ്തൂൺഖ്വ വേറൊരു രീതിയിലുമാണ് മുമ്പോട്ട് പോയിരിക്കുന്നത്. അതിൻ്റെ ജനനം തൊട്ട് ഇവിടം വരെ കണ്ടുവന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്
ഇന്ത്യ എന്ന സങ്കല്പമല്ലല്ലോ പാകിസ്ഥാൻ. ഇന്ത്യ സൃഷ്ടിക്കപ്പെട്ട ആശയം അത് ഇപ്പോഴും ഒരേപോലെ നിൽക്കുമ്പോൾ പാകിസ്ഥാൻ സൃഷ്ടിക്കപ്പെട്ട ആശയത്തിന് വ്യത്യസ്തങ്ങളായ ജനങ്ങളെ യോജിപ്പിക്കാനുള്ള കഴിവില്ല എന്ന് ആ രാജ്യം പലതവണ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. തീർച്ചയായും പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഇവിടെ കൊണ്ട് സൃഷ്ടിച്ചെടുത്തൊരു രാജ്യമാണ്. യഥാർത്ഥ രാജ്യത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ രാജ്യത്തിൻ്റെ, ഭാരതം എന്ന രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ നിന്നും പിന്തിരിഞ്ഞ് നടന്ന് വേറൊരു രാഷ്ട്രം ശില്പഭംഗിയോടെ ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ ഒരു ലക്ഷണമില്ലാത്ത ശില്പമായി മാറി എന്നതാണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ. അവലക്ഷണമായി, കുറേ കൂടി കൃത്യമായ വാക്കതാണ്. അങ്ങനെ ലക്ഷണമില്ലാത്തൊരു ശില്പമായി മാറിയപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ശില്പത്തിൻ്റെ ശില്പ സൗന്ദര്യം തന്നെ നഷ്ടപ്പെടുന്നു. അടിസ്ഥാനപരമായി വേറൊരു രാജ്യമായി അത് മാറുന്നു, ഓരോ ഘടകങ്ങൾ. അങ്ങനെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ മനുഷ്യൻ്റെ അവയവങ്ങൾ മസ്തിഷ്കത്തിൻ്റെ അനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് പകരം പലതരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമായി മാറി. അത് സ്വാഭാവികമായും അതിനെ കൂട്ടിയിണക്കാവുന്ന ആ ഒരു ഘടന ആ രാഷ്ട്രത്തിന് ആശയപരമായി ഇല്ല എന്ന് തന്നെയാണ്. ഒരു പരിധിവരെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ്റെ നിലനിൽപ്പും പാകിസ്ഥാൻ്റെ ഒരു അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം തുടർച്ചയായി ഉണ്ടാകുന്നു. അതിൻ്റെ ഭാഗമായാണ് ഈ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുക. ഭീകരതയുടെ വിളനിലമാണ് പാകിസ്ഥാൻ എന്ന് ഭാരതവും നിരവധി രാജ്യങ്ങളും പറയുന്നു. ഇറാൻ ഭീകരതയുടെ മാതാവെന്ന് അമേരിക്കയ്ക്ക് പോലും പറയേണ്ട സാഹചര്യം വരുന്നു. ഈ രണ്ട് രാജ്യങ്ങളും എങ്ങനെയാണ് ഒരു അമേരിക്കയ്ക്ക് വേണ്ടി വേറൊരു രീതിയിൽ സഹകരിക്കുക എന്നൊക്കെ ആശയപരമായി തന്നെ ഉൾക്കൊള്ളാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ഇതിലൊക്കെ US ഇൻ്റലിജൻസിന് പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അത് തിരുത്തുകയാണ് എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കേണ്ടത്. US ഇൻ്റലിജൻസിന് വന്നൊരു തെറ്റ്, ഒരു പിഴവ് ഏർലിയായ സമയത്ത്, അല്ലെങ്കിൽ ഇപ്പോഴെങ്കിലും നേരത്തെ, അല്ലെങ്കിൽ ആസ് ഏർലി ആസ് പോസിബിൾ എന്ന രീതിയിൽ ഇപ്പോൾ അവിടെ തിരുത്തി എന്നതല്ലാതെ മറ്റൊരു സൂചനയല്ല അതിൽ നിന്നും വായിച്ചെടുക്കേണ്ടത്. ഈ രാജ്യം അതിന് ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളോടും വഴക്കിടുന്ന ഒരു വഴക്കാളിയുടെ സ്വഭാവത്തിലേക്ക് ഇപ്പോൾ മാറിയിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനുമായിട്ട് കഴിഞ്ഞ ഒരു 2-3 മാസത്തിനുള്ളിൽ നടന്നിരിക്കുന്ന അനാവശ്യമായ യുദ്ധം, അതിനു മുമ്പ് 2024 ഇറാനുമായിട്ട് തന്നെ നടന്നിരിക്കുന്നത്, ഇപ്പോൾ സഹോദര രാജ്യമാണെന്നോ അല്ലെങ്കിൽ ചർച്ചയ്ക്ക് പോകുന്നെന്നോ ഒക്കെ പറയുന്ന ഇറാനുമായിട്ട് പ്രത്യേകിച്ചൊരു കാരണവും കൂടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര ആളുകളാണ് മരിച്ചത്. അങ്ങനെ ഒരു യുദ്ധം. ഇന്ത്യയുമായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് പറയണ്ട. ചൈന മാത്രമാണ് പാകിസ്ഥാനോടൊരല്പം സോഫ്റ്റ് കോർണറായിട്ട് നിൽക്കുന്നത്. ഒരു 6-7 ദിവസം മുൻപ് UAE പാകിസ്ഥാന് കൊടുത്ത പൈസ അത് തിരിച്ചടയ്ക്കണമെന്ന് വളരെ ശക്തമായി ആവശ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യം. അതായത് ഇസ്ലാമിക രാജ്യങ്ങളുടെ ഇടയിൽ പോലും യാതൊരു അംഗീകാരവുമില്ലാത്ത, ട്രസ്റ്റ് വർത്തി അല്ലാതിരിക്കുന്ന ഒരു രാജ്യം. കുറച്ച് ദിവസം മുമ്പ് ഈ ഇസ്രായേലിൻ്റെ സൈന്യത്തിനെതിരായിട്ട് പാകിസ്ഥാൻ ചില പരാമർശങ്ങളൊക്കെ നടത്തിയത്, ഞങ്ങളുടെ ആളുകളെ തൊട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ കത്തിച്ച് കളയും എന്നൊക്കെയുള്ള രീതിയിൽ. പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് വെറുതെ പറഞ്ഞ് അങ്ങ് നിർത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വാർത്തയും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇസ്രായേൽ നേരത്തെ എടുത്ത ആ സ്റ്റാൻഡ്, പാകിസ്ഥാനെ അടുപ്പിക്കില്ല എന്ന് പറയുന്ന സ്റ്റാൻഡ് വളരെ കൃത്യമാണെന്നും അമേരിക്കയ്ക്ക് ഇക്കാര്യത്തിൽ മറ്റ് പല വിഷയങ്ങളിലും തെറ്റുപറ്റിയതുപോലെ ഇക്കാര്യത്തിലും തെറ്റുപറ്റി എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുതന്നെയാണ്, തീർച്ചയായും അതുതന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ഇസ്രയേൽ ഈ കള്ളനെ മനസ്സിലാക്കി, പക്ഷേ ഇപ്പോൾ അമേരിക്ക കുറച്ച് കഴിഞ്ഞു മനസ്സിലാക്കി. അതാണ് ഇപ്പോൾ ഉണ്ടായത്. ഈ അങ്ങനെയൊക്കെ വിശേഷിപ്പിക്കുന്നത് ശരിയാണോ എന്നൊക്കെ, രണ്ടാമത് പാർലമെൻ്ററി ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും, ഒരാളെ കൂടെ നിന്ന് ചതിച്ചു, ഒറ്റുകാരുടെ സ്വഭാവം കാണിച്ചു, അതും ആ രാജ്യം ഫീൽഡ് മാർഷൽ പദവി നൽകി ആദരിച്ച ഒരു വ്യക്തി. ഫീൽഡ് മാർഷൽ പദവിക്ക് അദ്ദേഹം അർഹനാണോ? ഫീൽഡ് മാർഷൽ അന്ന് നമ്മുടെ ഇവിടെ പെഹൽഗാം ആക്രമണമൊക്കെ ഉണ്ടായി, അതിനെ തിരിച്ചടിയും ശക്തമായ ഓപ്പറേഷൻ സിന്ദൂറൊക്കെ ഉണ്ടായ സാഹചര്യത്തിലാണ് ഈ തോറ്റ സൈനിക മേധാവിക്ക് ഫീൽഡ് മാർഷൽ പദവി കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്, അത് ഈ ആ ചോദ്യങ്ങളൊക്കെ അന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ ഗംഭീരമായി വന്ന് വലിയ പരിഹാസമായി മാറിയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതൊക്കെ ആ പരിഹാസമാണ് ശരിയെന്ന് പറയുന്ന സാധ്യതയിലേക്കാണ് പോകുന്നത്. പക്ഷേ പല ഉന്നത മിലിറ്ററി ഉദ്യോഗസ്ഥരോടൊക്കെ ചോദിക്കുമ്പോൾ പരാജയപ്പെട്ടാലും യുദ്ധത്തിൽ ധീരമായ പെർഫോമൻസ് ഉണ്ടാകുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അവരുടെ സൈന്യം ധീരമായി പോരാടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ പലപ്പോഴും ശത്രുരാജ്യം പോലും അഭിനന്ദിച്ച സൈനികരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായ ധാരാളമുണ്ട്. അത്തരത്തിലൊരു ചരിത്രം ഉണ്ടാകുമ്പോൾ തോറ്റു എന്നുള്ളത്, അല്ലെങ്കിൽ യുദ്ധത്തിൽ അമ്പെ പരാജയപ്പെട്ടു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ധീരതയെ ഇകഴ്ത്തിക്കാണിക്കാനുള്ളൊരു സാഹചര്യമല്ല. അതുവഴിയല്ല ധീരതയെ അളക്കേണ്ടത് എന്നതൊക്കെ ഒരു താത്വികമായ കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോൾ അതെല്ലാം തന്നെ അദ്ദേഹം ഒരു ധീരനായ മനുഷ്യനല്ല,
ഒരു ഒറ്റുകാരൻ സ്വാഭാവികമായും ഭീരുവാണ്. ധൈര്യം ഉണ്ടെങ്കിൽ ഒറ്റുകാരനാവില്ലല്ലോ. അങ്ങനെ ഒറ്റുകാരനായി പോയ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ അസിം മുനീർ ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. അത് US ഇൻ്റലിജൻസ് അതിനെ ഇനി എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യും എന്നുള്ളതൊക്കെയാണ്. അതിനെ ഇനി ഏത് രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യും. ഇപ്പോൾ ഈ ചർച്ച പരാജയപ്പെട്ടിരിക്കുകയാണ്. ഏറ്റവും പുതിയ സംഭവം എന്ന് പറയുന്നത് 20% ലോകത്തിൻ്റെ എണ്ണ വാണിജ്യം നടക്കുന്ന ഇടനാഴിയാണ് ഹോർമൂസ്. ആ ഹോർമൂസിലെ തടസ്സം തീർക്കുക എന്നത് ഒരു വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുന്ന ആ പ്രശ്നത്തിൽ ഇടപെടാൻ ഒരു മധ്യസ്ഥ രാഷ്ട്രത്തിനെ പ്രായോഗികമായി ഇത് പരിഹരിക്കാൻ പറ്റുന്നില്ല. ആണവ പ്രശ്നം അവിടെ നിൽക്കട്ടെ. ഇത് അമേരിക്കയുടെ മാത്രം വിഷയമല്ലല്ലോ. ഇറാൻ ഒരു വശത്തും മറ്റുള്ള ഗൾഫ് രാജ്യങ്ങൾ മറ്റൊരു വശത്തുമായിട്ടുള്ള ഒരു വലിയൊരു ശാക്തിക പോരാട്ടം തന്നെ അവിടെ നടക്കുന്നുണ്ട്. ആ ശാക്തിക പോരാട്ടത്തിൽ ഇന്നേ വരെ ഗൾഫ് രാജ്യങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ആനുകൂല്യം കൈപ്പറ്റിക്കൊണ്ട് നിലനിന്നിരുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അവരുടെ ഗൾഫ് രാജ്യങ്ങളുടെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് പാകിസ്ഥാൻ ഇറാൻ്റെ താല്പര്യത്തിനനുസരിച്ച് നിന്നു എന്നാണ് ഈ വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. തീർച്ചയായും അത് പ്രത്യക്ഷത്തിലല്ലാതെ നിന്നു എന്നുള്ളതാണ്. അതായത് മറ്റുള്ളവരെ കബളിപ്പിച്ച് ഇറാൻ്റെ താല്പര്യത്തിനനുസരിച്ച് ഇറാൻ്റെ ഈ നേരത്തെ പറഞ്ഞ പോലെ കുഡ്സ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ IRGCയുടെ സ്പെഷ്യലൈസ്ഡ് ആക്ടിവിറ്റിയാണ്. കരനാവികസേനയ്ക്ക് സമാനമായ രീതിയിൽ അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും ചേർത്ത് പ്രവർത്തിക്കുന്ന ഒരു അതിൻ്റെ ആ മരിച്ചുപോയ ആ കമാൻഡറുമായിട്ട് കാസിം അല്ലേ, അയാളുമായിട്ട് ഇദ്ദേഹത്തിന് വളരെ അടുത്ത ഹൃദയബന്ധം ഉണ്ടായിരുന്നു എന്നാണ് രേഖകൾ തെളിയിക്കുന്നത്. അതെ, അങ്ങനെ ഇപ്പോൾ വരുന്നത്. അതെ, അതാണ് പ്രശ്നം. ഈ കുഡ്സ് ഫോഴ്സായിട്ട് ബന്ധം, IRGCയുമായി ബന്ധം. IRGC എന്ന് പറയുന്നത് തന്നെ ഒരു രാജ്യത്തിൻ്റെ അതിർത്തി രാജ്യമെന്ന നിലയിൽ സംരക്ഷിക്കാനുള്ള ഒരു സംവിധാനമല്ല. അത് ഇസ്ലാമിക സ്വഭാവമുള്ളൊരു സംവിധാനം വളർത്തിയെടുക്കുന്നതിന് വേണ്ടി അതിനകത്ത് മതം അനുഷ്ഠിക്കുന്നത് നടപ്പാക്കുന്നതിന് ഒരു പാരാമിലിറ്ററി സംവിധാനമൊക്കെ ഉണ്ട്. അത് വിചിത്രമായ സ്വഭാവത്തിലെ ഒരു സൈന്യം പ്രവർത്തിക്കുകയാണ്. അത് ഈ ഇറാൻ്റെ മൊത്തം സൈന്യത്തിൻ്റെ നേച്ചർ വളരെ വിചിത്രമാണ്. ഇറാൻ്റെ സ്വാഭാവിക സൈന്യം അവിടെ ഉള്ളത് ദുർബലവുമാണ്. അതുപോലെ തന്നെ എടുക്കുകയാണെങ്കിൽ മറ്റൊരു പ്രധാന വിഷയം രാജ്യത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ കീഴിൽ സൈന്യം എന്നാണ് ലോകം മുഴുവനുള്ളൊരു വ്യവസ്ഥ. ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളും നോക്കിയാൽ അങ്ങനെ തന്നെയാണ് കാണുക. പക്ഷേ പാകിസ്ഥാനിൽ തിരിച്ച് ഒരു സൈന്യത്തിന് വേണ്ടി ഒരു സർക്കാർ എന്നൊരവസ്ഥയാണ്. സൈന്യത്തിൻ്റെ കീഴിലാണ് സർക്കാർ. അത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ പാകിസ്ഥാൻ്റെ സൈന്യത്തിനുണ്ട്. സ്വാഭാവികമായും സൈന്യത്തിൻ്റെ മുകളിൽ ഒരു സിവിലിയൻ നിയന്ത്രണം വേണം. നമുക്ക് വളരെ ചെറിയ കാര്യങ്ങൾ നോക്കിയാൽ പോലും മനസ്സിലാക്കാൻ സാധിക്കും. വളരെ ചെറിയ നിയമ നടപടികൾ ചെറിയ തോതിൽ സാധാരണ നിലയിൽ നടത്തുമ്പോൾ ആ നടത്തുന്നതിനൊരു മജിസ്റ്റീരിയൽ കൺട്രോളൊക്കെ വെച്ച് സൈന്യത്തിൻ്റെ കയ്യിൽ പൂർണ്ണ നിയന്ത്രണം വരാതിരിക്കുക എന്നുള്ളത് രാഷ്ട്രകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് പരിശോധിച്ചാലും ചെറിയ നിയമ നടപടികളുടെ ഭാഗത്തുനിന്ന് പരിശോധിച്ചാലും അതാണ് ശരി. ഒരു സിവിലിയൻ പൊളിറ്റിക്കൽ കൺട്രോളാണ് അവിടെ വേണ്ടത്. പക്ഷേ ഒരു രാഷ്ട്രീയ നിയന്ത്രണം സൈന്യത്തിന് മുകളിൽ ഇല്ലാതിരിക്കുകയും രാഷ്ട്രീയത്തെ സൈന്യം നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു വിചിത്രാവസ്ഥ സ്വാഭാവികമായും അസിം മുനീർമാരെ സൃഷ്ടിക്കും, ഒറ്റുകാരെ സൃഷ്ടിക്കും. ഇങ്ങനെ പ്രശ്നങ്ങളും ഉണ്ടാവും. അത് ഈ രാജ്യം രൂപീകരിക്കപ്പെട്ട ആശയത്തിൻ്റെ ബലമില്ലായ്മ കൊണ്ട് വളരെ സ്വാഭാവികമായ അന്ത്യത്തിലേക്ക് പാകിസ്ഥാൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്. 4ആയിട്ടോ 5ആയിട്ടോ എത്രയായിട്ട് അത് മുറിഞ്ഞു പോകും എന്നത് മാത്രമേ നമുക്ക് സമീപ ഭാവിയിൽ നോക്കാനുള്ളൂ. ആ ഡിസിൻറ്റഗ്രേഷൻ അല്ലെങ്കിൽ ആ പതനം കൂടുതൽ വേഗത്തിലാക്കാനായിരിക്കും ഒരുപക്ഷെ ഈ ഫീൽഡ് മാർഷൽ നടത്തിയ ഈ അഭ്യാസം പുറത്തു വന്നത് കാരണമാവുക എന്ന് തോന്നുന്നു. തീർച്ചയായും അത് തന്നെയായിരിക്കും ഉണ്ടാവുക. കാരണം പാകിസ്ഥാനിലൊരു നിക്ഷേപ കേന്ദ്രമാക്കാനുള്ള നീക്കം ട്രംപ് നടത്തും, എണ്ണഖനനം നടത്തുമെന്നൊക്കെയാണ് പറഞ്ഞത്. എണ്ണഖനനം നടത്തുന്നത് പ്രായോഗികമാണോ എന്ന് സാധാരണഗതിയിൽ ഈ കേരളത്തിൽ തന്നെയുള്ള ജിയോളജിസ്റ്റുകൾക്ക് പോലും എണ്ണഖനനം സാധ്യമല്ല എന്നവർ പറയുന്നുണ്ട്. കാരണം എണ്ണ നിക്ഷേപമുള്ള സ്ഥലത്തല്ലേ ഇത് ഖനനം ചെയ്തിട്ട് കാര്യം. അപ്പോൾ അവിടെ വ്യാവസായികമായി എന്ത് ചെയ്യുമെന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഡിസിൻറ്റിഗ്രേഷൻ്റെ പോക്ക് തന്നെയാണ് പോകുന്നത്. അധികം വൈകാതെ അത് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യുന്നത് തന്നെ നമുക്ക് മനസ്സിലാക്കാം. നമ്മളുടെയൊക്കെ ജീവിതകാലത്ത് തന്നെ ഒരു പക്ഷേ പാകിസ്ഥാൻ പലതായി മാറാനുള്ള സാധ്യതയുണ്ട്. അമേരിക്കയുടെയും ഗൾഫ് രാജ്യങ്ങളുടെയും പിന്തുണയില്ലാതെ തുർക്കിയുടെയും ചൈനയുടെയും മാത്രം പിന്തുണ കൊണ്ട് പാകിസ്ഥാൻ അധികാരം സർവൈവ് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം ചൈന ഒരു ലോൺ കൊടുക്കുമ്പോൾ അത് കഴുത്തിലിട്ട കുരുക്ക് പോലെയാണ്. മറ്റ് രാജ്യങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല. അത് ശ്രീലങ്കയുടെയും മറ്റ് പല രാജ്യങ്ങളുടെയും അവസ്ഥയിൽ നിന്ന് നമുക്ക് മനസ്സിലായതാണ്. പാകിസ്ഥാൻ ഏകദേശം ശ്രീലങ്കയുടെ അതേ പാതയിൽ ചൈനയുടെ ലോൺ ട്രാപ്പിനകത്ത് പെട്ട് മുമ്പോട്ട് പോവുകയാണ്, കുഴിയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. അമേരിക്ക ഇപ്പോൾ എല്ലാ സഹായങ്ങളും പിൻവലിക്കുക കൂടി ചെയ്താൽ ഈ ഊർധ്വശ്വാസം വലിക്കൽ വളരെ പെട്ടെന്ന് അതിൻ്റെ സ്വാഭാവികമായ പരിണതിയിലേക്ക് മാറിത്തീരാനാണ് സാധ്യത. അത് തന്നെയാണ് സാധ്യത. അധികാരം ഈ പോക്ക് പോകാൻ പറ്റുമെന്ന് പാകിസ്ഥാനെ പ്രതീക്ഷിക്കാനും പറ്റില്ല.